ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിനയിലിൽ കണ്ട രോഗപീഠ മാറുവാനുള്ള ഉഗ്ര ധന്വന്തരി മന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്ര മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവുമില്ല അസുഖത്തിന് എന്ന്. അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും ആ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം രാവിലെ നേരത്തെ എണീക്കുക എന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പകുതി നമ്മുടെ ശരീരത്തിലുള്ള ദുർമേധസ്സും കാര്യങ്ങളും ഒക്കെ ഒഴിവായി കിട്ടിക്കോളും, നമുക്ക് സൗഖ്യം ലഭിക്കുന്നതായിരിക്കും. ഇനി സ്ത്രീകളാണെങ്കിൽ ദേവീ മഹാത്മ്യം മുടങ്ങാതെ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. അതിന് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ദേവീ മഹാത്മ്യത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ, അതായത് ദുർഗാ സപ്തശ്ലോകി, നമ്മുടെ ചാനലിൽ നമ്മൾ നിരവധി തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി 7 ശ്ലോകങ്ങൾ 7 തവണ വീതം ജപിച്ചോളൂ കേട്ടോ. അത് വളരെയധികം ശ്രേഷ്ഠമാണ്. രോഗങ്ങൾ മാറുന്നതിനും എല്ലാതരം ദോഷങ്ങൾ മാറുന്നതിനും ആഗ്രഹ സാഫല്യത്തിനുമെല്ലാം. ഇനി ഒന്നും വായിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ദുർഗാ സപ്തശ്ലോകി വായിച്ചോളൂ 7 തവണ. അതായത് 7 തവണ ആ 7 ശ്ലോകങ്ങൾ ജപിച്ചോളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് സമയമില്ല പ്രേക്ഷകർക്ക്, രോഗങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ സൗന്ദര്യ ലഹരിയിലെ 34, 35, 36 ശ്ലോകങ്ങൾ ജപിച്ചോളൂ കേട്ടോ. കുറഞ്ഞതൊരു 9 തവണ 21 തവണയൊക്കെ ജപിച്ചാൽ ഉത്തമമാണ്. അതുമല്ലെങ്കിൽ നാരായണീയത്തിലെ 8ാം ദശകം 13ാമത്തെ ശ്ലോകം ജപിക്കുന്നത് അത്യുത്തമമാണ്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അതായത് രോഗപീഠ മാറുവാനുള്ള ഉഗ്ര ധന്വന്തരി മന്ത്രമാണ്. കേട്ടോളൂ ഏതാണ് മന്ത്രം എന്ന്. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷം ആശു ധന്വന്തരേ ഹരി. ഒന്നുകൂടി പറഞ്ഞു തരാം. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷം ആശു ധന്വന്തരേ ഹരി. എത്ര തവണ എന്നൊന്നുമില്ല കേട്ടോ. എത്രയാണോ സാധിക്കുക അത്രയും ജപിച്ചോളൂ. സാക്ഷാൽ വിഷ്ണു ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് പ്രേക്ഷകർ ജപിച്ചോളൂ കേട്ടോ. തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും. അതായത് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ശമനം ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും പറയണം കേട്ടോ. പക്ഷെ വിശ്വാസത്തോടു കൂടി ജപിക്കണം. ഒന്നുകിൽ ദേവീ മഹാത്മ്യം മുടങ്ങാതെ പാരായണം ചെയ്തോളൂ. വിശ്വാസത്തോടു കൂടി എന്റെ രോഗം എനിക്ക് മാറി കിട്ടുമെന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശിവോഹൻ ചിന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ മാറി സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.